നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രാദേശിക മാധ്യമരംഗത്ത് അഭിമാനത്തിന്റെ 21 വർഷങ്ങൾ പിന്നിട്ട Nctv ചാനൽ. ആശംസകളുമായി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും. ഐക്യ കേരളത്തിന്റെ 69ാം പിറന്നാൾ. നാടാകെ കേരളപ്പിറവി ആഘോഷങ്ങൾ നടത്തി. വെണ്ടൂരിൽ നിയന്ത്രണമിട്ട പിക്കപ്പ് വാൻ 3 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് ഒരു കുട്ടിയടക്കം 3 പേർക്ക് സാരമായി പരിക്കേറ്റു. ഉല്ലൂരിൽ ബൈക്കിന്റെ പിൻചക്രത്തിൽ സാരി കുടുങ്ങി വീണ് 36-കാരിക്ക് പരിക്ക്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. പ്രാദേശിക വാർത്താ രംഗത്ത് 21 വർഷം പൂർത്തിയാക്കി Nctv ന്യൂസ്. നാടിന്റെ സ്പന്ദനം അറിഞ്ഞും അറിയിച്ചും കാലങ്ങൾ മാറുമ്പോഴും മാറ്റത്തിന്റെ ശബ്ദവുമായി പ്രാദേശിക വിഷയങ്ങളിൽ നീതിയുടെ പക്ഷം ചേർന്ന് Nctvയുടെ ജൈത്രയാത്ര തുടരുകയാണ്. 2004 നവംബർ 1-നായിരുന്നു Nctv വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത്. 21ന്റെ നിറവിൽ Nctv കേരള വിഷൻ IPTVയിലും നവമാധ്യമ രംഗത്തും സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളുടെ അതിപ്രസരമില്ലാതെ വാർത്തകളുടെ ആധികാരിക റിപ്പോർട്ടുകൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് Nctv. ഓരോ നിമിഷവും മാറിമറിയുന്ന പ്രാദേശിക വാർത്തകൾ ഇനി വിരൽത്തുമ്പിലറിയാം. Nctv ന്യൂസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളിലും nctvnews.in എന്ന വെബ്സൈറ്റിലും വാർത്തകൾ അപ്പോൾ അറിയാം. കേരള വിഷന്റെ നൂതന സംരംഭമായ കേരള വിഷൻ ITVയിൽ IPTV സർവീസ് വഴിയും Nctv ലഭ്യമാണ്. ITVയിൽ 76 നമ്പർ ചാനലിൽ Nctv തൃശൂർ എന്ന പേരിലാണ് ലഭ്യമാകുന്നത്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സംഭവങ്ങളെല്ലാം സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രാത്രി 8-നും 10-നും രാവിലെ 6:30-നും 8-നും ബുള്ളറ്റിനുകൾ. മാറുന്ന ലോകത്ത് പുതിയ മാറ്റങ്ങളുമായി മാറ്റമില്ലാത്ത വിശ്വാസ്യതയോടെ Nctv പ്രയാണം തുടരുന്നു. 21 വർഷവും ഞങ്ങളെ ചേർത്ത് പിടിച്ച പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. Nctvയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന് ജനപ്രതിനിധികളും പൗരപ്രമുഖരും. അമ്പല്ലൂരിന്റെ വാർത്താ കേന്ദ്രത്തിന്റെ ചുറ്റുവട്ടമുള്ള 10 പഞ്ചായത്തുകൾ എല്ലാ ദിവസവും കേൾക്കുന്ന 20 വർഷക്കാലത്തെ വാർത്തകളിലൊന്ന് Nctvയുടെ വാർത്തയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വിശേഷങ്ങളുടെയും മുമ്പിൽ കണ്ണ് ചിമ്മാതെ Nctv കാവലിരുന്നിട്ടുണ്ട്. ആ വിശേഷങ്ങൾ നമ്മുടെ നാടിനോട് പറയാൻ, നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളിൽ പങ്കാളിയാകാൻ, നമ്മുടെ നാടിൻ്റെ ദുരന്തങ്ങളിൽ കൈനീട്ടി സഹായിക്കാൻ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ 20 വർഷക്കാലത്തെ Nctvയുടെ യാത്ര സഫലമായ ഒരു യാത്രയാണ്. Nctv ജന്മം കൊണ്ട ദിവസത്തിൻ്റെ പ്രത്യേകത കേരള പിറവി ദിനമാണ്. 2025 നവംബർ 1-ന് കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്ന ദിവസമാണ് 2025 നവംബർ 1. അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കപ്പെടുന്ന നവംബർ 1-ന് Nctv വാർഷികവും ആഘോഷിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വെള്ളത്തിലെ മത്സ്യം പോലെ പ്രവർത്തിക്കേണ്ടതാണ് ഒരു പ്രാദേശിക മാധ്യമം. പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് വ്യക്തിപരമായ ഒരു ബന്ധം കൂടി എനിക്കുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധി എന്ന ആശയം ആദ്യമായി സ്വകാര്യ ബില്ലിലൂടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരു MLA ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാടിന് നടത്തുന്ന സമാനതകളില്ലാത്ത സംഭാവനകളിൽ ഒരു വിളക്കുമാടം പോലെ Nctv ഉണ്ടാകും. 20 വർഷത്തെ യാത്ര അഭംഗുരം തുടരട്ടെ. എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും സ്നേഹവും. നമസ്കാരം. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക ദൃശ്യമാധ്യമമാണ് Nctv. 2004
നവംബർ മാസം 1-ാം തീയതിയാണ് Nctv ചാനൽ പുതുക്കാട് ബേസ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത്. അന്നു മുതലേ ഞാൻ Nctvയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ 20 വർഷം പൂർത്തീകരിച്ച് 21ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ പുതുക്കാട്, കൊടകര മേഖലകളിൽ, ആമ്പല്ലൂർ, ഇങ്ങനെ വരന്തരപ്പള്ളി, അങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിലാകെയുള്ള ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളൊക്കെ Nctvയിലൂടെ അവർ പൊതുരംഗത്തേക്ക്, ഭരണാധികാരികളുടെ ഇടയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കുറേയേറെ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ് Nctv. നമ്മുടെ രാജ്യം ഒരു മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയും അതിൻ്റെ സാമൂഹിക സാമ്പത്തിക ക്രമങ്ങളുമുള്ള ഒരു രാജ്യത്താണ് ഇത്രയേറെ നേട്ടം ഈ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ദിനം നവംബർ മാസം 1-ാം തീയതിയാണ്. വലിയൊരു ആഘോഷം ഈ കേരളത്തിലാകെ നടക്കുന്നത്. ലോകമാകെ അറിയുന്ന നിലയിലാണ് ആഘോഷങ്ങൾ പോകുന്നത്. പ്രത്യേകമായി ഇവിടെ എല്ലാ വാർഡുകളിലും പ്രത്യേക ആഘോഷങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നത്, എല്ലായിടത്തും നടക്കുന്നുണ്ട് കേരളത്തിലാകെ. അപ്പോൾ ആഘോഷങ്ങളും കൂടി Nctvയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ വിജയാശംസകളും നന്മകളും നേരുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം. നെക്സസ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ്റെ കീഴിൽ നമ്മുടെ Nctvയുടെ സംപ്രേഷണം ആരംഭിച്ചിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞ് 21ാം വർഷത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ പ്രാദേശിക വാർത്തകൾ സത്യസന്ധമായി ഏറ്റവും വേഗത്തിൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിലേറെ Nctv നടത്തിയ ആ പരിശ്രമം ഏറെ വിലമതിക്കുന്നതാണ്. ഇനിയും കൂടുതൽ മേന്മയോടെ Nctvയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സാധാരണ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പവും പ്രകൃതിയുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പവും പ്രാദേശിക വികസനത്തിന് ഒപ്പവും നിൽക്കുക എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമത്തിൻ്റെ കടമ എന്ന് 20 വർഷങ്ങളുടെ പ്രവർത്തനം കൊണ്ട് Nctv മനോഹരമായി തെളിയിച്ചു. എങ്ങനെയാണ് ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമായി ഈ വർഷങ്ങൾക്കുള്ളിൽ ജനങ്ങളിൽ എത്തിക്കുവാൻ Nctvക്ക് കഴിഞ്ഞു. വ്യക്തമായിട്ടും അത് ഒരു കലാപ്രകടനം തന്നെയാണ്. മനുഷ്യൻ്റെ സർഗശേഷിയെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് കല. അതുപോലെ ഒരു മാധ്യമത്തിൻ്റെ അന്തർ സൗന്ദര്യം ജനങ്ങളിൽ എത്തിക്കുന്നതാണ് മാധ്യമത്തിൻ്റെ കല. അത് ഏതു വിധേന പറ്റും എന്ന് Nctv തെളിയിക്കുകയാണ്. വർത്തമാനകാല മാധ്യമങ്ങൾ ഇതിൽ നിന്നെല്ലാം അകന്ന് പലപ്പോഴും സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള അധികാരത്തിൻ്റെയും ഒപ്പം നിൽക്കുമ്പോൾ ജനകീയതയാണ് ശരി, പ്രകൃതിയാണ് ശരി എന്ന് സമൂഹത്തോട് പറയുകയാണ് Nctv. ഈ മാതൃകയാണ് വളർന്നു വരേണ്ടത്. പ്രാദേശിക മാധ്യമങ്ങളുടെ സമഷ്ടിയിലാണ് ഒരു രാജ്യത്തിൻ്റെ മാധ്യമ ശൃംഖല നിൽക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും തുടരാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ മാധ്യമം എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്ക് ഉള്ളത്. Nctvയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ അഭിവാദനങ്ങൾ, അഭിനന്ദനങ്ങൾ. Nctvയുടെ പ്രവർത്തനത്തിന് 20 വർഷം പിന്നിട്ടു. പ്രാദേശിക വാർത്താരംഗത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം Nctv വാർത്ത എന്നാൽ
ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിവാണ്. ആ വാർത്ത കേൾക്കാതെ കണ്ട് നമ്മുടെ NCTVയുടെ പ്രവർത്തന മേഖലയിലെ മഹാഭൂരിപക്ഷം സാധാരണക്കാരും ഉറങ്ങാൻ കിടക്കില്ല എന്നുള്ളതാണ്. മറ്റ് നിരവധി വലിയ വാർത്താ മാധ്യമത്തെക്കാൾ ഉപരി NCTVയുടെ പ്രവർത്തനം അതിശക്തമാണ്. അതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ ആശംസകളും നേരുന്നു. പ്രാദേശിക മാധ്യമ രംഗത്ത് NCTV 2 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഒരു മാധ്യമത്തിന് 2 പതിറ്റാണ്ട് കാലം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ഹൃദയവികാരങ്ങളും ഒപ്പിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ ശരിയായ വാർത്തകൾ ശരിയായ സമയത്ത് ശരിയായ ആളുകളിലേക്ക് എത്തിക്കാൻ NCTVക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ചെറിയ മേഖലയാണെങ്കിലും ആ മേഖലയുടെ മുക്കിലും മൂലയിലും നടക്കുന്ന ചെറുതും വലുതുമായ സംഭവവികാസങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുക എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി മാധ്യമ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും NCTVയെ വേറിട്ട ശബ്ദമായി നിലനിർത്തുന്നു എന്നതാണ് ഞാൻ കാണുന്ന ഒരു സവിശേഷത. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആ രീതിയിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഒരു മാധ്യമം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് 2 പതിറ്റാണ്ട് കാലം NCTV പിടിച്ചു നിന്നത്. അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് നാടിന് നിസ്വാർത്ഥമായ മാധ്യമ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന NCTVക്കും NCTVയുടെ ഓരോ പ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ ആശംസകളും നന്മകളും ഭാവുകങ്ങളും നേരുകയാണ്. പ്രാദേശിക വാർത്താ ചാനൽ എന്നുള്ള നിലയ്ക്ക് NCTV കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളും ഈ പ്രദേശങ്ങളിലെ ജനവിഭാഗത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വാർത്തയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പ്രാദേശികമായിട്ടുള്ള ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യങ്ങൾ വാർത്തകളെ സംബന്ധിച്ചുമൊക്കെ നേരത്തെ പുതുക്കാടായി ആസ്ഥാനമായാണ് പ്രവർത്തിച്ച് ഇരുന്നതെങ്കിലും ഇപ്പോൾ ആമ്പലിലേക്ക് മാറുകയും കൂടുതൽ സൗകര്യത്തോടു കൂടി കൂടുതൽ ചാനലുകൾ തുടങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ലേഖകന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സത്യസന്ധമായും കൃത്യമായും അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ആളുകളും രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പ്രദേശത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് TV നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ NCTV ചാനലാണ് ആദ്യമായി വെക്കുക. പ്രാദേശികമായി എന്തെല്ലാം സംഭവങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് പൊതുപ്രവർത്തകർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റെല്ലാ ജനവിഭാഗത്തിനും ഈ പ്രദേശത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഈ പ്രദേശങ്ങളിലുള്ളത് അത് മുഴുവൻ അറിയാൻ പറ്റുന്ന രീതിയിലേക്കാണ് NCTVയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് വേരോടിയിരിക്കുക. അപ്പോൾ തീർച്ചയായും അവർക്ക് ഈ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ്. നമ്മുടെ മേഖലയിൽ NCTVയുടെ വാർത്താ അവതരണം തുടങ്ങിയിട്ട് 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഗ്രാമീണ മേഖലയിൽ ഒക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ നമ്മുടെ പ്രാദേശിക വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ പൊതുവായ വാർത്താ ചാനലുകളൊക്കെ തന്നെ വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
വാർത്തകൾ അറിയിക്കുക എന്ന് മാത്രമല്ല, സുതാര്യമായ രൂപത്തിൽ വാർത്തകളെ കൈകാര്യം ചെയ്യുക എന്ന രൂപത്തിലേക്ക്, മാധ്യമ പ്രവർത്തനം അതാണ് എന്ന രൂപത്തിലേക്ക് NCTV ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. 21ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന NCTVയുടെ അതിൻ്റെ സംഘാടകർക്ക് സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പത്രമാധ്യമങ്ങളാണ് നമ്മൾ പ്രാദേശികമായ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. നമുക്കറിയാം, പ്രാദേശികമായ വാർത്തകൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലൊക്കെ കിട്ടുന്നത് NCTVയിലൂടെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാർത്തകളായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാർത്തകളായാലും വളരെ കൃത്യമായി ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് NCTV പ്രവർത്തകർ. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം എപ്പോഴായാലും എപ്പോൾ വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ അവർ എത്തിച്ചേരുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഒരാൾക്ക് വരാൻ സാധിച്ചില്ല, ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ വിട്ടിട്ടാണെങ്കിലും അവർ ആ ദൗത്യം നിറവേറ്റാറുണ്ട്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഉദ്ഘാടന സെക്ഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു അപകടം നടന്നാലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യഥാവിധി എത്തിക്കുന്നവരാണ് NCTV പ്രവർത്തകർ. അതുകൊണ്ട് ആ പ്രാദേശിക വാർത്ത എന്നുള്ള ആ ഇതിൽ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന NCTV പ്രവർത്തകർക്കും NCTVയുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ അവസരത്തിൽ 20ാം വാർഷികം ആഘോഷിക്കുകയാണ് NCTV. അപ്പൊ ഈ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നല്ല നല്ല വാർത്തകൾ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക വാർത്താ ചാനലാണ് NCTV ന്യൂസ്. NCTV 20 വർഷം അവരുടെ ജൈത്രയാത്ര ആരംഭിച്ചിട്ട് 20 വർഷം പൂർത്തീകരിക്കുകയാണ്. ഒരു പ്രാദേശിക വാർത്താ ചാനൽ ഇത്രയധികം നാളുകൾ അല്ലെങ്കിൽ ഇത്രയധികം വർഷങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പ്രതിസന്ധികളും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് 20 വർഷം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ഉയർത്തിപ്പിടിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾ പൊതുവിൽ കരുതുന്നത്. അത് വീണ്ടും മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി വാർത്തകൾ എത്തിച്ചു നൽകാൻ, നേരായ വാർത്തകൾ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി ഇനിയും അവർക്ക് സാധിക്കട്ടെ. 20 വർഷം പൂർത്തീകരിക്കുന്ന NCTVക്ക് എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി നേരുകയാണ്. പ്രാദേശിക വാർത്താ രംഗത്ത് 20 വർഷം പൂർത്തീകരിച്ച NCTV ഈ അളഗപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം തന്നെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ച NCTVക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രാദേശിക വാർത്താ ചാനൽ രംഗത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വാർത്തകൾ എത്തിക്കുന്ന NCTVയുടെ 20 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NCTV നവംബർ 1-ാം തീയതി 20 വർഷത്തെ പ്രാദേശിക വാർത്താ മാധ്യമ രംഗത്തെ സേവനം പൂർത്തീകരിക്കുകയാണ്. സുതാര്യമായും സത്യസന്ധമായും വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനകീയമായി ജനപ്രിയമായിട്ടുള്ള ഒരു ചാനലായി NCTVക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിരവധിയായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് NCTV കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും NCTVക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നേരുകയാണ്. NCTV ഈ വരുന്ന നവംബർ 1-ന് 20 വർഷം തികയ്ക്കുകയാണ്. വാർത്താ മാധ്യമ ദൃശ്യരംഗത്ത്
നല്ല സേവനം കാഴ്ചവെച്ച NCTVക്ക് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഞാനും ജനപ്രതിനിധിയായിട്ട് 15 വർഷമായി. 15 വർഷക്കാലത്തോളം NCTVയുടെ സേവനവും അതുപോലെ തന്നെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ പൊതുജീവിതത്തെയും നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ നൽകിയ എല്ലാ സേവനത്തിനും ഈ ഒരു അവസരത്തിൽ സ്നേഹവും നന്ദിയും ആശംസകൾ അറിയിക്കുകയാണ്. ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന NCTV ന്യൂസ് ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നവംബർ 1 ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ അഭിമാനത്തോടെ അടയാളപ്പെടുത്തുന്ന ദിനമാണ് കേരളപ്പിറവി ദിനം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടതിന്റെ 69ാം വാർഷികമാണിന്ന്. 1956 നവംബർ 1 മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അതിനു മുൻപ് കേരളം 3 ഭാഗങ്ങളായി വേർപിരിഞ്ഞിരുന്നതായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തോടെയാണ് കേരളം ഒരു ഐക്യ സംസ്ഥാനമായി പിറവിയെടുത്തത്. കേരളത്തിന്റെ പിറവി വെറും ഭരണപരമായ മാറ്റമല്ല, അത് സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകവുമാണ്. നാടിന്റെ ചരിത്രം, സാഹിത്യം, കല, സംഗീതം, നാടകം, വാസ്തുവിദ്യ, ആചാരങ്ങൾ എല്ലാം കൂടി മലയാളത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. മലയും കടലും പുഴകളും ചേർന്ന പ്രകൃതി സൗന്ദര്യം, വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും നേടിയ മുന്നേറ്റങ്ങൾ, സഹജീവിതത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യം, ഇതെല്ലാം കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ ലോകമറിയുന്ന തരത്തിൽ ഉയർത്തിപ്പിടിച്ചു. കേരളപ്പിറവി ദിനത്തിൽ സ്കൂളുകളും സ്ഥാപനങ്ങളും നിറഞ്ഞ മലയാളാഭിമാനത്തോടെയാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. ഈ ദിനം മലയാള ഭാഷയോടും സംസ്കാരത്തോടുമുള്ള നമ്മുടെ കടപ്പാടിനെ ഓർമ്മപ്പെടുത്തുന്ന ദിനവുമാണ്. മലയാള ഭാഷയുടെ മാത്രമല്ല, മതിലില്ലാത്ത മനസ്സുകളുടെയും മതേതര മൂല്യങ്ങളുടെയും കലവറയായിരുന്നു എന്നും കേരളം. കാലത്തിന്റെ കുതിപ്പിൽ എങ്ങും എവിടെയും ഒന്നാമതെത്താൻ നാട് ഒത്തൊരുമിച്ച് കൈകോർത്ത എത്രയെത്ര ഏടുകൾ. ഓരോ മലയാളിയുടെയും കൂട്ടായ്മയും സ്നേഹത്തിന്റെ നാമ്പുകളും അണയാതിരിക്കട്ടെ. ഏവർക്കും NCTVയുടെ കേരളപ്പിറവി ആശംസകൾ. കേരളപ്പിറവി ദിനം അങ്കണവാടികളുടെ പ്രവേശനോത്സവം കൂടിയാണ്. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു. വർക്കർ KK അംബിക, ഹെൽപ്പർ ഷീബ രവി എന്നിവർ സംസാരിച്ചു. വെണ്ടൂർ ESI ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ 3 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച അപകടം. ഒരു കുട്ടിയടക്കം 3 പേർക്ക് സാരമായി പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത കെട്ടിടത്തിനോട് ചേർന്ന മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മതിലിനപ്പുറം നിന്നവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും ബൈക്കും തകർന്നു. ഒല്ലൂരിൽ ബൈക്കിന്റെ പിൻചക്രത്തിൽ സാരി കുടുങ്ങി വീണ് 36-കാരിക്ക് പരിക്കേറ്റു. എറവക്കാട് ചിറ്റിശ്ശേരി സ്വദേശിനി ടീന ജസ്റ്റിനാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നായിരുന്നു. എന്റെ നാട് എന്റെ വോട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഭരണപ്രതിപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നു. ഇന്ന് തൃക്കൂർ പഞ്ചായത്തിൽ ഭരണപക്ഷത്ത് നിന്നും UDF-ന് വേണ്ടി പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും LDF പ്രതിനിധി കപിൽ രാജും BJP പ്രതിനിധി ഷിബ നികേഷ് എന്നിവർ
Nctv ചേരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ UDFന്റെ ഭരണം, UDF ആണ് തൃക്കൂർ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇത് പരിശോധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനം എല്ലാവരുടെയും വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ MLA 1 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും അതിന്റെ യാതൊരു തുടർ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പലതവണ പഞ്ചായത്ത് അവിടെ ഒരു മീറ്റിംഗ് കൂടുകയാൽ തന്നെ അതിനെങ്ങനെ ജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതിന് ഇതുവരെ പഞ്ചായത്ത് നേതൃത്വം വഹിക്കുന്നവർ അതിന് ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു പൊതു കളിസ്ഥലം. നമുക്കറിയാലോ, ഇന്നത്തെ കാലത്ത് സ്പോർട്സിലായാലും കായിക മേഖലയിലായാലും കുട്ടികൾ എല്ലാ മേഖലയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരിയിൽ നിന്ന് അവരെ മുക്തരാക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു കളിസ്ഥലം നമ്മുടെ പഞ്ചായത്തിൽ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. സ്ഥലം വാങ്ങുക എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഈ 5 വർഷക്കാലവും അതിനൊരു നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക യാതൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തൃക്കൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പഞ്ചായത്ത് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ 5 വർഷം കൊണ്ട് പഞ്ചായത്തിനകത്ത് പുതിയതായി ഒരു പദ്ധതി പോലും നടപ്പിലാക്കാനായിട്ട് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ വികസനം എന്ന് പറയുന്നത് 5 വർഷക്കാലം കൊണ്ട് ഇവർ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഈ പഞ്ചായത്തിന് നൽകി എന്നുള്ളതല്ലാതെ ഒരു പുതിയ രീതിയിലുള്ള ഒരു പ്രവർത്തനവും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ എഴുതി കൊടുക്കുന്നത് അതേപടി നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതിയായി മാറിയിട്ടുണ്ട് നമ്മുടെ ഭരണസമിതി. നമുക്കറിയാം, ഇവിടെ 50% യുവാക്കളുള്ള ഒരു പ്രദേശമാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത്. ഈ യുവാക്കൾക്ക് വേണ്ടിയിട്ട്, യുവജനതയ്ക്ക് വേണ്ടിയിട്ട് കലാകായിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ ഒരു പുതിയ പദ്ധതിയും ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. സർക്കാരിന്റെ പണമാണ് നമ്മൾ എല്ലാവരും വിനിയോഗിക്കുന്നത്. ഏതൊരു ജനപ്രതിനിധി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, പഞ്ചായത്ത് ഭരണസമിതി ആയിക്കോട്ടെ, ഇതെല്ലാം സർക്കാരിന്റെ പണമാണ്. ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് അതാത് മണ്ഡലം അല്ലെങ്കിൽ അതാത് പഞ്ചായത്ത് അതിന്റെ വികസന പ്രവർത്തനം നടത്തുക എന്നത്. ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജനപ്രതിനിധികൾ അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് MLA ഫണ്ട് നമ്മൾ ചോദിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് MLA ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. വലിയ വലിയ റോഡുകൾ, അങ്ങനെ വലിയ വലിയ വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ MLA MP ഫണ്ട് കൂടിയേ തീരും. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം തനത് ഫണ്ട് വളരെ കുറഞ്ഞ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ തനത് ഫണ്ട് വെച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അധികം വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് സമയബന്ധിതമായി ഫണ്ട് കിട്ടിയാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകുകയുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, ചിലപ്പോൾ മാർച്ച് മാസം ലാസ്റ്റ് 30-ാം തീയതിക്കാണ് നമുക്ക് 3-ാം ഗഡു അനുവദിച്ച് കിട്ടുക. അപ്പൊ ആ പൈസ നമുക്ക് ഒരു കാരണവശാലും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിൽ ഓവർ പദ്ധതികളും കയറി വരാറുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വർഷം കിട്ടുന്ന ഫണ്ട് ഈ സ്പിൽ ഓവറിലേക്ക് ബാക്കി വെച്ച് വരുമ്പോൾ പിന്നെ തുലം കുറവാണ് ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെ. എങ്കിൽ പോലും നമ്മൾ കാര്യക്ഷമമായി നല്ല നല്ല പ്രൊജക്ടുകൾ വെച്ച് നല്ല രീതിയിലാണ് ഭരണം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ റൌഡികളായ 7 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. നാട്ടിക ബീച്ച് സ്വദേശി ചളിങ്ങാട്ട് വീട്ടിൽ രാം സരോജിനെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്നും നാടുകടത്തി. ചന്ദ്രാപ്പിന്നി സ്വദേശികളായ പുളിഞ്ചോട് ദേശത്ത് ചൂണ്ടയിൽ വീട്ടിൽ ധനേഷ്, ചക്കുഞ്ഞി കോളനി പുളിക്കൽ വീട്ടിൽ കിരൺ, ചക്കനാത്ത് വീട്ടിൽ വിഷ്ണു, കൊടകര കാരൂർ വടക്കേത്തല വീട്ടിൽ ടോണി ജോൺ, കുരുവിലശ്ശേരി താണിശ്ശേരി കൊടിയൻ വീട്ടിൽ ജോമോൻ എന്നിവരെ 6 മാസക്കാലത്തേക്കും നാടുകടത്തി. വടമ വടക്കുംഭാഗം പുല്ലൂപ്പറമ്പിൽ വീട്ടിൽ ഗിരീഷിനെ 6 മാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരായി ഒപ്പിടുന്നതിനും ഉത്തരവായി. രാം സരോജ് വലപ്പാട് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ ആയി വധശ്രമ കേസിലും കവർച്ചാ കേസിലും, സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ കേസിലും, സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ധനേഷ് മതിലകം വലപ്പാട് കയ്പമംഗലം കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 കവർച്ചാ കേസുകളിലും 8 വധശ്രമ കേസുകളിലും 11 അടിപിടി കേസുകളിലും, പൊതുസമാധാനത്തിന് ഭംഗം വരാതിരിക്കാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ സമാധാനം പാലിക്കാമെന്നുള്ള ഉറപ്പിനായി സ്വയം ബോണ്ട് നൽകിയ 2 കേസുകളിലും, ആയുധ നിയമപ്രകാരമുള്ള 1 കേസിലും, കാപ്പ നിയമപ്രകാരം ജയിലിലാക്കിയ കേസിലും, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലുമടക്കം 27 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കിരൺ കയ്പമംഗലം ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും, മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വിഷ്ണു കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും പ്രതിയാണ്. ടോണി ജോൺ വെള്ളിക്കുളങ്ങര ചാലക്കുടി കൊടകര ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1 വധശ്രമ കേസിലും 7 അടിപിടി കേസിലും, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത കേസിലുമടക്കം 13 കേസുകളിൽ പ്രതിയാണ്.
ജോമോൻ, ചാലക്കുടി, മാള, ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 11 മോഷണക്കേസുകളിലും സ്ത്രീകളെ ശല്യം ചെയ്ത ഒരു കേസിലുമടക്കം 13 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 തീയതികളിൽ തലോർ ദീപ്തി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24ാമത് സ്കൂൾ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി മാസത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള കലോത്സവങ്ങൾ, ഉപജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം ഒക്കെ തന്നെ നടക്കുന്ന സമയമാണിപ്പോൾ. ചേർപ്പ് ഉപജില്ലാ കലോത്സവം നവംബർ മാസം 4, 5, 6, 7 തീയതികളായി തലോർ ദീപ്തി സമുച്ചയത്തിൽ നടക്കുകയാണ്. കലോത്സവത്തിന് വളരെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇത്തരം കലോത്സവങ്ങൾ വിജയിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കുറ്റമറ്റ രൂപത്തിൽ നടക്കുന്നതിനാവശ്യമായ സംഘാടക സമിതിയുടെ പ്രവർത്തനം ഉൾപ്പെടെ നടന്നു വരികയാണ്. ഇതിൻ്റെ 4-ാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ അവറുകളാണ് നിർവഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മലയാള കവിതയ്ക്ക് പുതുഭാവുകത്വം നൽകിയ KG ശങ്കരപ്പിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. കവിതയുടെ സംക്രമണ കാലത്തിന് ശോഭയേകിയ കവിയാണ് KG ശങ്കരപ്പിള്ളയെന്ന് പുരസ്കാര സമിതി പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് KG ശങ്കരപ്പിള്ള. കേരള, കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവരടങ്ങുന്ന പുരസ്കാര സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ആമ്പല്ലൂരിലെ പഴയ KSRTC ബസ് സ്റ്റാൻഡിനു സമീപം തോട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. 10 അടി നീളമുണ്ടായിരുന്ന പാമ്പിനെയാണ് കണ്ടെത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ വനം വകുപ്പ് പിടികൂടി. ഇനി കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ DMLT, അംഗീകൃത DME അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSc, MLT, കേരള പാരാമെഡിക്കൽ കൗൺസിൽ അംഗത്വം. രജിസ്ട്രേഷൻ നിർബന്ധം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അംഗീകൃത ലബോറട്ടറിയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നവംബർ 3 രാവിലെ 11 മണിക്ക് അളഗപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. കേബിൾ TV ഓപ്പറേറ്റർ സുനിലിന്റെ മാതാവ് കല്ലൂർ പച്ചളിപ്പുറം ചീരമ്പത്ത് കോമളം അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേഷ്, സുശാന്ത് എന്നിവരാണ് മറ്റു മക്കൾ. രശ്മി, ബബിത, നീതു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും Nctv ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.